back to Xylem Learning. It's me, Ardra, your social science teacher. നമ്മുടെ ഹിസ്റ്ററിയിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ട്രേഡ് ടു ടെറിട്ടറി അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശിപ്പായി ആർമി. ഇതിൽ തന്നെ നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നതിന് ശേഷം അവരുടേതായിട്ടുള്ള ഒരു ആർമി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായി. അതിനെയായിരുന്നു ശിപ്പായി ആർമി നമ്മൾ വിളിച്ചിരുന്നത്. സെക്കൻഡ് ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ ശിപ്പായി ആർമി എന്താണെന്ന്. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, MCQ സീരീസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നമ്മൾ സൈലത്തിൻ്റെ യോധ ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് നിങ്ങൾക്ക് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണെങ്കിലും ദെൻ MCQ സീരീസ്, അതുപോലെയുള്ള സ്ലൈഡ്സ്, നോട്ട്സ്, ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ശിപ്പായി ആർമിയിലെ മെയിൻ ആർമി ഗ്രൂപ്പ്, രണ്ട് മെയിൻ ആർമി ഗ്രൂപ്പായിരുന്നു കാവൽറി ആൻഡ് ഇൻഫെൻട്രി. കാവൽറി എന്താണെന്ന് നോക്കിയോ. കാവൽറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിക്ചറിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഹോഴ്സിനെ യൂസ് ചെയ്ത് ബാറ്റിൽ ഫീൽഡിൽ ഇറങ്ങുന്ന സോൾജിയേഴ്സിനെയാണ് നമ്മൾ കാവൽറി എന്ന് പറയുന്നത്. അല്ലെ, അവരൊരു പടയാണല്ലേ, അതിനെയാണ് നമ്മൾ കാവൽറി എന്ന് പറയുന്നത്. ഈ ഹോഴ്സിനെ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്ത ആൾക്കാരെയായിരുന്നു നമ്മൾ സാവാർസ് എന്ന് വിളിച്ചിരുന്നത്. എന്താണ് സാവാർസ്? എന്താണ്? ട്രെയിൻഡ് സോൾജിയേഴ്സ് ഓൺ ഹോഴ്സ് ബാക്ക്. അതായത് ഇവർ ട്രെയിൻഡ് ആയിട്ടുള്ള സോൾജിയേഴ്സ് ആയിരുന്നു. ഹോഴ്സ് ബാക്ക് അല്ലെങ്കിൽ ഹോഴ്സിനെ യൂസ് ചെയ്തിട്ടായിരുന്നു ഇവർ ഒരു ബാറ്റിൽ ഫൈറ്റ് ചെയ്തിരുന്നത്. ഇനി അടുത്തതാണ് ഇൻഫാൻട്രി എന്ന് പറയുന്നത്. നമ്മൾ കാവൽറി പറഞ്ഞു, ഹോഴ്സിനെ യൂസ് ചെയ്താണ് ബാറ്റിൽ പോയിരുന്നത്. ആൻഡ് ഇൻഫാൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഹോഴ്സ് അല്ല, നേരെ മറിച്ച് അവരെന്തായിരുന്നു? പെഡൽ സോൾജിയേഴ്സ് ആയിരുന്നു അല്ലേ. എന്താണ്? കാൽപ്പടയായിരുന്നു. അവരുടെ മെയിൻ ആയിട്ടുള്ള വെപ്പൺ എന്ന് പറയുന്നത് ഈ അമ്പ്, വില്ല്, സ്വോർഡ് അല്ലെ, വാള്, ഇതൊക്കെയായിരുന്നു ഈ പേഡൽ സോൾജിയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇൻഫാൻട്രി എന്ന് പറയുന്ന ഒരു സോൾജിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആർമി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള വെപ്പൺസ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, കാവൽറി ആൻഡ് ഇൻഫാൻട്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടുത്തൊരു അടിപൊളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.